ആർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത്? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവരാശിക്ക് മാർഗദർശന ഗ്രന്ഥം, മാനവരാശിക്ക് മാർഗദർശന ഗ്രന്ഥം. അല്ലാഹു ഒരു സ്ഥലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു പറയാണ്, സൂറത്ത് അഹ്സാബാണ് 33-ാം അധ്യായം 34, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ഈ ഖുർആന്റെ വചനം, ഈ ഖുർആന്റെ വചനം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് അല്ലാഹു എന്താ പറഞ്ഞ്? നിങ്ങളെ ഭവനത്തിൽ വെച്ച് ഖുർആനും സുന്നത്തും പാരായണം ചെയ്യണം. നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പങ്കജദാസിന്റെ ഗസലാണ്, യേശുദാസിന്റെ പാട്ടാണ്. അവിടെ പഞ്ച് ഡയലോഗാണ്, അവിടെ ഖുർആൻ തന്നെ ഇല്ല, പാരായണം ചെയ്യുന്നില്ല, എടുത്തു നോക്കുന്ന പോലുമില്ല. അവരെ കുറിച്ച് അള്ളാന്റെ റസൂൽ ഒരു പരാതി പറയുന്നുണ്ട്. എന്താ പരാതി അറിയോ? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. കേൾക്കി, 25-ാം അധ്യായം 30-ാമത്തെ വചനം നോക്ക്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. ആലോചിക്കണം, ചിന്തിക്കണം. റസൂല് പരാതി പറയാണ്, കംപ്ലൈന്റ് പറയാണ്. എന്ത്? എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. ഇനി പറയൂ, റസൂലുള്ള പരാതിപ്പെടാണ് എന്റെ ഉമ്മത്ത് ഖുർആൻ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിക്കട്ടെ, ഖുത്ബ കേട്ട് നന്നായാലൊന്ന് കയ്യൊന്തിക്ക്. ആദ്യമായിട്ട് മുജാഹിദ് പള്ളിയിൽ നിന്ന് ഖുത്ബ കേട്ടിട്ട് നന്നായാലൊന്ന് ആത്മാർത്ഥമായിട്ട് കയ്യൊന്തിക്ക്. നിങ്ങൾ ഒരുപാട് കാലം സമസ്തയായിട്ട് അങ്ങനെ ജീവിച്ചു, അതിന്റെ ഇടയ്ക്ക് യാദൃശ്യമായിട്ട് പള്ളിയിലെത്തി. പിന്നെ നന്നായ എത്ര മനുഷ്യന്മാർ ഈ ദുനിയാവില്? ആർക്കാ നിഷേധിക്കാൻ കഴിയ? ആർക്കാ നിഷേധിക്കാൻ കഴിയ? ഞാൻ ഇതെന്തിങ്ങനെ പറയണമെന്നറിയാം, നമ്മുടെ വിഷയം ഖുർആൻ ആയതുകൊണ്ടാ. ഈരാറ്റുപേട്ടയിൽ ചെന്നിട്ട് ഖുത്ബ 2 കൊല്ലം അവിടെ ഏറ്റെടുത്ത്. അപ്പൊ അവിടുത്തെ ഉസ്താദുമാർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, എന്ത്? ഇവരെ ഖുർആൻ വേറെയാണ്, ഇവരെ നബി വേറെയാണ്, ഇവരെ ഖുർആനല്ല നമ്മളെ കയ്യിലുള്ള ഖുർആൻ എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അവിടെ വരുന്ന ജനങ്ങള് ഖുത്ബ ഇട്ടാൽ 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. ഞാൻ അവരോട് പറയും, നിങ്ങൾ സമസ്തന്റെ പരിഭാഷ എടുത്ത് നോക്കിയാൽ മുജാഹിദ് ബാലുശ്ശേരി തെറ്റാണോ പറഞ്ഞെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടാന്ന്. അങ്ങനെ അവിടെ ഇങ്ങനെ കഞ്ചാവും കള്ളും ഒക്കെ കുടിച്ചേർന്ന കുറെ, ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ 10-40,000 മുസ്ലിങ്ങളുടെ ഒരു നാടാണ്, ഒരു മിനി പാകിസ്ഥാനാണ്. പോയവർക്കറിയാം. ആരുണ്ടോ ഇവിടെ ഈരാറ്റുപേട്ടക്കാരെങ്കിലും ഉണ്ടോ? അല്ല, അവിടെ പോയവരുണ്ടെങ്കിൽ അറിയാം. അപ്പൊ അവിടെ മസ്ജിദ് സലാമിലായിരുന്നു ഞാൻ ഖുത്ബ നടത്തിയിരുന്നത്. സുഹൃത്തുക്കളെ, ഈ കുട്ടികളൊക്കെ വന്നിട്ട് നന്നായി കള്ളുടിയൊക്കെ ഒഴിവാക്കി, കഞ്ചാവൊക്കെ ഒഴിവാക്കി. അവർ നല്ല കുട്ടികളായപ്പോ അവിടുത്തെ വലിയൊരു ഉസ്താദ്, പേരൊന്നും ഞാൻ പറയില്ലത്, നോമ്പാ, ആ ഉസ്താദ് ഈ കുട്ടികളെ വീട്ടിൽ പോയിട്ട് പറയണമെന്നറിയോ? നിങ്ങൾ പഴിച്ചു ചെയ്യുന്നു, നിങ്ങൾ പഴിച്ചു ചെയ്യുന്നു. അപ്പൊ അതിലൊരു ചെറിയ കുറച്ച് സ്ട്രോങ്ങുള്ള ഒരു ചെറിയ നോൻ പറഞ്ഞു, ഉസ്താദേ കുറച്ച് ബഹുമാനം എനിക്കില്ലായിരുന്നു, നിന്റെ കാല് നിങ്ങൾ നെഞ്ഞത്തൊന്ന് മുറിക്കായിരുന്നു, ചവിട്ടിയിട്ട് നിങ്ങളെ തള്ളിയിടായിരുന്നു നിലത്ത്. അപ്പൊ ഇയാൾ ആകെ കിടുങ്ങിപ്പോയി, ഈ മൊയ്ലിയാര്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയണമെന്നറിയോ? സാർ, ഞാൻ കള്ള് കുടിച്ചും പഞ്ചാബ് അടിച്ചും പെണ്ണ് പിടിച്ചും നടന്ന കാലത്ത് എന്റെ വീട്ടിൽ നിങ്ങൾ കയറി വന്നില്ല. ഞാൻ മുജാഹിദ് പള്ളിയിൽ പോയി കള്ളുടിയും കഞ്ചാവും ഒക്കെ നിർത്തി നല്ല മനുഷ്യനായപ്പോ നിങ്ങൾ പഴിച്ചു എന്നറിയാൻ വന്നതല്ലേ? അല്ലാണെ ഞാൻ ബാക്കിയുള്ള ഓർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ചവിട്ടി ഞാൻ നിലത്ത് തള്ളിയിടായിരുന്നു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോളേ. ഓന്റെ വികാരാണത്. കള്ളുടിച്ചും കഞ്ചാവ് ഇടുന്ന കാലത്ത് മൊയ്ലിയന്മാർക്ക് ഓന്റെ അടുത്ത് പോകാൻ നേരം കിട്ടിയില്ല. ഓ മുജാഹിദായി നന്നായി തോന്നിയപ്പോരി ചെല്ലുക, ഈ കറക്റ്റ് നിസ്കരിച്ചു തുടങ്ങിയില്ലേ, ഈ പഴിച്ച്. അതിന്റെ ഇടയ്ക്ക് നിസ്കാരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ കള്ളു കുടിച്ച് കാട്ടറ അടിച്ച് തുണി ഉരിഞ്ഞ് ഓബിച്ചാലിന്റെ മുകളിൽ കിടന്നപ്പോ മൊയ്ലിയാർ ഓന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. ഇത് റഹീമിന്റെ മോൻ ബഷീറ, മാഷാ അല്ലാ, കിടക്കുമോനെ. ഞാൻ ആ അമർഷം രേഖപ്പെടുത്തുകയാണ്. ഈ ഉമ്മത്തിനോട് ഉസ്താദുമാര് ചെയ്ത അക്രമോർത്തിട്ടെ ഒരു സംഖ്യക്ക് മുസൽമാൻ എങ്ങനെ പേപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലടോ? എത്രമേൽ ഭീകരമാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. എന്താ അറിയോ? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, അതൊരു മുസ്ലിം എഴുതിയ പുസ്തക. അതിന്റെ അർത്ഥം എന്താ അറിയ നിങ്ങള്? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് പൊതുജനങ്ങളെ തടുക്കുന്ന ഗ്രന്ഥം. ഒരു മുസ്ലിം എഴുതിയ പുസ്തകത്തിന്റെ പേരാ എന്ത്? ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന്. അതേ മുസ്ലിം വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മൊയ്തീമാല അർത്ഥം അറിയാതെ ചെല്ലാൻ പാടില്ല, അത് വക്കാർത്ത് നഷ്ടപ്പെടും. അങ്ങനെയുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ നബിയുടെ വഫാത്തിന് ശേഷം 9-ാം നൂറ്റാണ്ടിൽ എഴുതി ഉണ്ടാക്കിയ മൊഹിദീമാല അർത്ഥസഹിതം ചെല്ലണം. ഖുർആനോ തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആന്റെ 16-ാമത്തെ പേജിലുള്ള എന്തറിയോ? പൊതുജനങ്ങൾക്ക് ഖുർആൻ ഓതൽ നിർബന്ധമില്ല, പഠിക്കൽ നിർബന്ധമില്ല. ഓതൽ തന്നെ നിർബന്ധമായത് ഫാത്തിഹയാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. ഏത്?
വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. 17-ാം അധ്യായം 82 വനുനസ്സിലു മിനൽ ഖുർആനി, ഈ ഖുർആനിനെ നിങ്ങൾക്ക് ഇറക്കിയത് ശിഫാ ആണ്, നിങ്ങളുടെ ഹൃദയത്തിന് ശമനമാണ്. എന്താ ഹൃദയത്തിന്റെ ശമനം? ഖുർആൻ ഹൃദയത്തിന്റെ ശമനാണ്. ഒരു മരുന്ന് കഴിച്ചാൽ രോഗം മാറുന്ന പോലെ ഖുർആൻ ശരിക്ക് പഠിച്ച മനസ്സിന്റെ മാലിന്യം നീങ്ങി കിട്ടുന്ന അല്ലാഹ്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഖുർആൻ പഠിക്കണ്ടയില്ല. ഇനി അല്ലാഹ് പറയാണ്, അമ്പത്തോരമായി പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്നറിയോ? അള്ളാഹു 59-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത് അറിയങ്ങള്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു നാം ഇറക്കിയതെങ്കിൽ ആ പർവ്വതം വെണ്ടുകീറി പോകുമായിരുന്നു, ആ പർവ്വതം വിനയം കാണിക്കുമായിരുന്നു. പക്ഷേ സുമ്മ ഖസത് ഖുലൂബുഹും, ഈ മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയി എന്നല്ല പറയാ. അപ്പൊ ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളെ ഹൃദയം എന്താ അങ്ങനെ കടുത്തു ചെയ്തെന്ന് ചോദിച്ചാൽ ഖുർആൻ എന്തിനാ? ഖുർആൻ എന്തിനാ? ചിന്തിക്ക്, ഖുർആൻ എന്തിനാ ആ ഹൃദയത്തിന്റെ ഉള്ളോട്ട്? എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തറിയോ? അത് രാഘവന്നാരി ചോദിക്കുന്നുണ്ട്. ഖുർആന്റെ അർത്ഥം കവിതയിലാക്കിയ രാഘവന്നാരി ചോദിക്കുകയാണ്, വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. എന്ത് രസല്ലേ? വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. സൂറത്ത് മുഹമ്മദിലെ ഒരു ഖുർആന്റെ വചന, സൂറത്ത് മുഹമ്മദ് 47-ാം അധ്യായമാണ്. അതിലെ 24-ാമത്തെ വചന. ആ വചന ഞാൻ തുടക്കത്തിൽ ഓതി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ലാഹുവിന്റെ ചോദ്യം എന്താ അറിയോ? അവരെന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്ത? അവരെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അവരെ ഹൃദയത്തിലേക്ക് എന്താ അത് കടക്കാത്തത്? ഈ ഖുർആനിന്റെ ആശയം എന്താ അവരുടെ ഹൃദയത്തിൽ കടക്കാത്തത്? ശരിക്കും നമ്മള് ഭാര്യ, ഭർത്താവ്, മക്കള് ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്തോ ഒരു പെണ്ണിനെയാണ് ഞാൻ കെട്ടിക്കൊണ്ടുവന്നത്, അല്ലെ എന്തോ ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ തോന്നുന്നല്ലോ. അത് തോന്നുമ്പോ അള്ളാന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഖുർആനില്. ഭയങ്കരമാണ്. ഏത്? നശിച്ച മക്കള്, ഒരു ജാതി ഭാര്യ, അല്ലെങ്കിൽ ഒരു ജാതി ഭർത്താവ് എന്നങ്ങനെ വേണമെങ്കിൽ തോന്നില്ല ഇങ്ങനെ ജീവിതത്തെ കുറിച്ച്. അവിടെ അള്ളാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആദമിനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആശങ്ക പ്രകടിപ്പിച്ചു. അള്ളാഹുവേ, ചോര ചിന്തുന്ന ഈ നീചവർഗത്തെയാണോ നീ സൃഷ്ടിക്കുന്നതെന്ന് അവർ ചോദിച്ചില്ലേ? എന്നിട്ട് നമ്മളെ ആഗ്രഹം എന്താ? ചോര ചിന്താൻ. ആലോചിച്ച് നോക്കുകള്, മനുഷ്യന്റെ കൊതി ചോര ചിന്താൻ. അള്ളാഹ് വിലക്കിയൊരു കാര്യത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത്. അള്ളാഹ് പരമാവധി ഭൂമുഖത്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞൊരു കാര്യം. ചോര ചിന്താൻ അവസരം ഉണ്ടായാൽ പോലും ചിന്താതിരിക്കുന്നവർക്ക് പ്രത്യേക പ്രശംസ. മൂപ്പരെപ്പോഴും ക്ഷമേനെ പറ്റിയാ പറയുന്നത്. അള്ളാഹു എപ്പോഴും ക്ഷമേനെ പറ്റിയാ പറഞ്ഞു. അതുകൊണ്ടാ മൂപ്പരും ക്ഷമേനെ പറ്റി പറയുന്നത്. മാത്രമല്ല, ഇന്ന് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. പരലോകത്ത് സ്വർഗത്തിന്റെ ഡോറിൽ വന്നിക്കൂലേ? നിങ്ങൾ കേട്ടോട്ട്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. സ്വർഗത്തിന്റെ ഡോറിൽ വന്നിക്കുന്നവരുടെ അള്ളാഹ് ആകെ പറയുന്ന കാര്യം എന്താ അറിയോ? അവിടേക്ക് പ്രവേശിക്കുന്ന മലക്കുകൾ ആകെ പറയുന്ന കാര്യം, ഈ നിസ്കരിച്ചതുകൊണ്ട് സ്വർഗത്ത് കയറിക്കോന്നല്ല, ഈ നോമ്പോറ്റുകൊണ്ട് സ്വർഗത്ത് കയറിക്കോന്നല്ല, ഈ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് സ്വർഗത്ത് കയറിക്കോന്നല്ല, ഈ 300 ഉംറ ചെയ്തതിന്റെ പേരിൽ സ്വർഗത്ത് കയറിക്കോന്നല്ല, ഈ ക്ഷമയെ കുറിച്ച് പ്രസംഗിച്ചിട്ടും ക്ഷമിച്ചതിന്റെ പേരിലും സ്വർഗത്ത് കയറിക്കോന്ന്. മുസ്ലിം മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി അൽ മുസ്ലിം. ആരാണ് മനുഷ്യരെ മുസ്ലിം? ഓന്റെ നാവിൽ നിന്നും ഓന്റെ കയ്യിൽ നിന്നും മനുഷ്യർ സുരക്ഷിതരാകണം എന്നാ പറഞ്ഞത്. ഇൻസാൻ സുരക്ഷിതമാകണം മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. മനുഷ്യർ സുരക്ഷിതരാകണമെന്ന്. നിങ്ങൾക്ക് വലിയ വികാരജീവിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇടക്കൊക്കെ ഇന്നത്തെ ചിലരുടെ സ്വഭാവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വൈകാരികമായിട്ട്. അതിന്റെ ഒരു രംഗം മാത്രം ഞാൻ പറയാ. എന്താ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സുഹൈൽ ഇബ്നു അംറില്ലേ, സുഹൈൽ ഇബ്നു അംർ നബീനെ പൂരത്തെറി പറഞ്ഞ് പ്രസംഗിച്ചിറക്കുന്ന ആളാ. നബി എവിടെ പ്രസംഗിച്ചാൽ അതിന്റെ അപ്പുറത്തുണ്ടാവും അബൂലഹബ്, അതിന്റെ അപ്പുറത്തുണ്ടാവും. ഒരിക്കൽ ചോദിക്കുന്നതിനുണ്ട്, നബി ഒരു സ്ഥലത്ത് പ്രസംഗിച്ച അതിന്റെ അപ്പുറത്തുണ്ടാവും നല്ലൊരു സുന്ദരനായ അബൂലഹബ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ആളുകൾ ചോദിക്കും, മനുഷ്യനാരാ? അത് നബീന്റെ എളാപ്പയാണ്, നബിക്ക് മറുപടി പറയാമെന്ന ഖണ്ഡനം. അന്നത്തെ വലിയ മൊയ്ലിയാരായിരുന്നു അബൂലഹബ്. നബി എവിടെ തൗഹീദ് പറഞ്ഞാലും ഉടനെ മൂപ്പര് മറുപടി അറിയും. സുഹൈൽ ഇബ്നു അംർ അങ്ങനെയായിരുന്നു. സുഹൈൽ അംർ കവിതയും രചിക്കും, ഇസ്ലാമിനെ നിന്ദിക്കുകയും ചെയ്യും, നബീനെ. ഒരിക്കലും ഇത് കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇങ്ങോട്ട് കോപായി. ഇനി ഞാൻ പറയുന്ന ഒന്ന് മനസ്സ് തട്ടി അള്ളാഹനെ ഓർത്തിട്ട് നമ്മുടെ പരലോകം ഓർത്തിട്ട് ഒന്ന് കേൾക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇങ്ങോട്ട് തിളച്ച് കയറിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുകയാണ്, നബിയെ,
ഞാൻ ഈ 5 വിരലൊന്ന് ചുരുട്ടിക്കോട്ടെ. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ കേട്ടോ. നബിയെ ഞാനിതൊന്ന് വെറുതെ ചുരുട്ടിക്കോട്ടെ. എന്തിനാ ഉമറേ എന്ന് ചോദിച്ച റസൂല്. ഒന്നുമില്ല, പിന്നെ ജീവിതത്തിൽ സുഹൈൽ അമറിന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി നടത്തിയാൽ പോലും നന്നാവില്ല, ആ കോലത്തിൽ ഒരു ഒറ്റ പഞ്ച് പല്ലുകൂട്ടി പഞ്ചാനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാട്ടോ. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞ വാചകം എന്താ അറിയോ? അങ്ങനെ സുഹൈൽ അമറിനെ പഞ്ചാ അന്റെ മുഖം അള്ളാഹ് കേടുവരുത്തും, മര്യാദയ്ക്ക് മിണ്ടാടാതിരിക്കുക. അന്റെ വികാരത്തിന് ഇവിടെ സ്ഥാനമില്ല, ഇവിടെ വിചാരത്തിനാ. ഉമറേ, എന്നിട്ട് ഉമറിനോട് റസൂലുള്ള പറയാ അടുത്ത വാചകം. ഉമറേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓനെ കഴുത്തറുത്തിട്ട് ഞാൻ താലത്തിൽ വെച്ച് തരട്ടെ. ആ കഴുത്ത് ഇങ്ങനെ അറുത്തിട്ട് താലത്തിൽ വെച്ചെടുത്ത് തരട്ടെ. സുഹൈൽ ഇബ്നു അംറിന്റെ കഴുത്തറുത്ത് താലത്തിൽ വെച്ച് തരട്ടെ. അപ്പൊ റസൂലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകം എന്താ അറിയോ? ഉമറെ, ഈ സുഹൈൽ ഇബ്നു അംർ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അനക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു ദിവസം വരും ഉമറേ. മുത്തുനബി പറയാണ്, ഇന്ന് നിങ്ങൾ കേട്ടോളിട്ടോ. ഈ സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വരുമ്പോൾ റസൂൽ പറയുന്നെന്തറിയോ? സുഹൈൽ ഇബ്നു അംറാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ ട്രോളരുത് എന്ന് റസൂൽ പറയാ. ഒരു വാക്കുകൊണ്ട് പോലും സുഹൈൽ ഇബ്നു അംർ നിങ്ങൾ ട്രോളരുത്. ആ നബിയ നമ്മുടെ മാതൃക. ഇക്രിമ ആരാ? അബൂജഹലിന്റെ മോനാ. അബൂജഹലിന്റെ മോൻ ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചു വരുന്നു എന്ന് നബി അറിഞ്ഞിട്ട് റസൂലുള്ള സഹാബത്തിനോട് പറയാൻ, അബൂജഹലിന്റെ മോനാ വരുന്നത്, നീ അബൂജഹലിന്റെ മോനല്ലടാ എന്ന് പോലും ഒരു ചോദ്യങ്ങൾ ചോദിച്ചു പോകരുത്. വലാ തസ്തബിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഹ് ബില്ലതി ഹി അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ നദീം ഫഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസുൻ. എന്താ അല്ലാഹു പറഞ്ഞത് മനസ്സിലായോ? മറ്റോൻ തട്ടുമ്പോഴേക്ക് മറ്റോനെ തട്ടാൻ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെങ്ങായി, അത് അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള തൗഫീഖല്ല, ഇബ്ലീസിന്റെ പ്രേരണയാണ്. അള്ളാഹ് ഖുർആനിൽ തീർത്ത് പറഞ്ഞ എന്താ അറിയോ? ഓൻ എന്റെ കൂട്ടത്തിൽ ഒരുത്തനെ തട്ടുമ്പോഴേക്ക് ഓനെ തട്ടാൻ എനിക്ക് തോന്നുന്നുണ്ടെങ്കിലേ ഈ അള്ളാഹ് ഇഷ്ടപ്പെട്ടോനല്ല, ഇബ്ലീസിന്റെ ഉള്ളംകൈയിൽ ജീവിച്ച മൊയ്ലിയാരാണ്. അള്ളാന്റെ ഖുർആനിലുള്ള 41-ാം അധ്യായം 34, 35, 36 അള്ളാഹ് പറഞ്ഞാണ്, ഇങ്ങോട്ടൊരുത്തനെ അടിച്ചപ്പോ നിനക്ക് അപ്പൊ തന്നെ പ്രതികാരം ചെയ്യണം നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഇബ്ലീസിന്റെ കൂട്ടാളിയാണെങ്കിൽ മുഅ്മിനല്ല. ഈ ആയത്ത് ദുർവ്യാഖ്യാനിക്കണ്ട. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? എന്താ അള്ളാഹ് പറഞ്ഞു? ഓതി മുസൽമാനെ ഓത്, നിന്റെ ശത്രു നിന്റെ മിത്രാവുന്നു. ഇബ്ലീസ് എപ്പോഴെങ്കിലും മിത്രാവുവോ? ഇബ്ലീസ് മരിക്കുന്നവരെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരിക്കാൻ കിടക്കുമ്പോ ഇബ്ലീസ് വിട്ടില്ല, കൂടെ എന്നിട്ട് അബ്ദുള്ളനോട് പറയാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, എടാ ഇബ്ലീസ് മൗജൂദാണ്, എന്നെ കൊണ്ട് ഞാനെന്ന ഭാവം ഉണ്ടാക്കിക്കിണ്ട് ഇവിടെ നിന്നിട്ട് അള്ളാഹിനോട് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേട്, കാവലിനെ തേട്. ഇബ്ലീസ് മരിക്കുന്നവരെ ഉണ്ടാവും. അസല്ലാഹു യജഅല ബൈനക്കും അല്ല പറയാൻ, RSS നിങ്ങൾക്കൊരു മിത്രം നാളുണ്ടായേക്കാം. അതുകൊണ്ടുള്ള ബാബരി മസ്ജിദ് പൊളിച്ചാൽ 40 പള്ളി പിന്നുണ്ടാക്കി. ഇസ്ലാമിനെ കൊഞ്ഞം കൊണ്ടാൻ വന്ന പാർലമെന്റേറിയൻ പിന്നെ ഇസ്ലാമായത്. നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇവിടെ ഈ നാട്ടിൽ എന്താ ഉണ്ടാക്കണത്? ഞാൻ ഇപ്പോഴും ഓർക്കണം, ഞാൻ അങ്ങാടിപ്പുറത്തൂടെ കടന്നു വരുമ്പോ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കടന്നു വന്നു. വീഞ്ഞം കലാപുണ്ടായപ്പോ പാണക്കാട് തങ്ങളോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോരുത് എന്ന്. മുഖപ്രസന്നതയോടുകൂടി പാണക്കാട് തങ്ങൾ അവിടെ ചെന്നു, സമാധാനത്തിന്റെ ദൂതുമായി ചെന്നു. അമ്പലത്തിന്റെ ഡോറിന് തീയിട്ട സമയത്ത് അങ്ങാടിപ്പുറത്ത് ചെന്നു. നമ്മുടെ രാഷ്ട്രീയമാകാലും നമ്മുടെ മതമായാലും നമ്മളോട് പഠിപ്പിക്കുന്ന സമാധാനത്തിന്റെ വാചകങ്ങളാണ്, ശാന്തിയുടെ വാചകങ്ങളാണ്. അല്ലാഹ് പറയുന്നുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. 7-ാം അധ്യായം 55, 56 വചനങ്ങൾ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫസാദ്. അല്ലാഹു ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടില്ല. ശാന്തതയും സമാധാനം. ഇസ്ലാം എന്നാണ് ആ മതത്തിന്റെ പേര്. അക്രമം എന്നല്ല, കലാപം എന്നല്ല. കലാപകാരികളെ ഒതുക്കുന്നത് പോലും സമാധാനത്തിന് വേണ്ടിയാണ്. പിന്നെയും കൊല തുടരാനല്ല, കൊല അവസാനിക്കാനാണ്. ഞാൻ പോയിട്ട് വേറൊരാളെ വെട്ടുക, വേറൊരാൾ പോയിട്ട് വേറൊരാളെ വെട്ടുക, വേറൊരാൾ പോയിട്ട് വേറൊരാളെ കൊല്ലുക. ഇതെവിടെങ്കിലും അവസാനിക്കുവോ? അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത്, ഖുർആൻ ഒന്ന് റീഡ് ചെയ്യ്, ഖുർആൻ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി എന്റെ വിഷയത്തിന്റെ ഞാൻ ഉദ്ദേശിച്ച മർമ്മത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നിങ്ങൾക്ക് ഒന്ന് തുറന്നു നോക്കിക്കൂടെ? ഒന്ന് പഠിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുതൽ നമുക്കൊന്ന് അർത്ഥസഹിതം, ഇനി 10 ദിവസം ഇവിടെ ഇത്തിക്കാഫ് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, നമുക്കൊന്ന് അള്ളാന്റെ ഗ്രന്ഥം ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് എടുത്തു വെച്ച് വായിച്ച് പഠിച്ചു നോക്കാൻ നമുക്ക് കഴിയില്ലേ? അള്ളാന്റെ ഖുർആനിൽ എന്തൊക്കെ ഉള്ളതെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കിക്കൂടെ? ഞാൻ നിങ്ങളോട് പറയാം, ഒരുപാട് കാര്യങ്ങളിൽ ചിലത് ചുരുക്കി പറയാം. ആർക്കു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത്?
ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവരാശിക്ക് മാർഗദർശന ഗ്രന്ഥം, മാനവരാശിക്ക് മാർഗദർശന ഗ്രന്ഥം. അല്ലാഹ് ഒരു സ്ഥലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹ് പറയാണ്, സൂറത്ത് അഹ്സാബാണ് 33-ാം അധ്യായം 34, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്ക്, എന്താ അല്ലാഹ് പറഞ്ഞേ? നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ഇനി ഇത് നമ്മളെ വീട്ടിലേക്ക് ചേർത്ത് വെക്കുക. ഈ ഖുർആന്റെ വചനം, ഈ ഖുർആന്റെ വചനം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് അല്ലാഹ് എന്താ പറഞ്ഞേ? നിങ്ങളെ ഭവനത്തിൽ വെച്ച് ഖുർആനും സുന്നത്തും പാരായണം ചെയ്യണം. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ചേകന്നൂരിന് അല്ലാഹ് അംഗീകരിച്ചിട്ടില്ല എന്ന്. നിങ്ങളെ വീട്ടിൽ വെച്ച് ഖുർആൻ മാത്രം പാരായണം ചെയ്യാന്നല്ലേ പറഞ്ഞേ? നിങ്ങളെ വീട്ടിൽ വെച്ച് ഖുർആനും സുന്നത്തും പാരായണം ചെയ്യുക. നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പങ്കജദാസിന്റെ ഗസലാണ്, യേശുദാസിന്റെ പാട്ടാണ്. അവിടെ 5 ഡയലോഗാണ്. അവിടെ ഖുർആൻ തന്നെ ഇല്ല, പാരായണം ചെയ്യുന്നില്ല, എടുത്തു നോക്കുന്ന പോലുമില്ല. അവരെ കുറിച്ച് അള്ളാന്റെ റസൂൽ ഒരു പരാതി പറയുന്നുണ്ട്. എന്താ പരാതി അറിയോ? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. കേൾക്കി, 25-ാം അധ്യായം 30-ാമത്തെ വചനം നോക്ക്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. ആലോചിക്കണം, ചിന്തിക്കണം. റസൂല് പരാതി പറയാണ്, കംപ്ലൈന്റ് പറയാണ്. എന്ത്? എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. ഇനി പറയൂ, റസൂലുള്ള പരാതിപ്പെടാണ് എന്റെ ഉമ്മത്ത് ഖുർആൻ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. വേറൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്ന കേട്ടോളി നിങ്ങള്. ഖുർആന്റെ 20-ാം അധ്യായം 124-25. വമൻ ആറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ വനക്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. ഖുർആൻ പഠിക്കാത്ത ആളുകൾ പരലോകത്ത് വരും. അല്ലാഹ് പറയാൻ, അന്ധരായിട്ട്, കണ്ണ് കാണാത്തവരായിട്ട്, ബ്ലൈൻഡായിട്ട്. അല്ലാഹു പറയാണ്, കണ്ണ് കാണാത്തവരായിട്ട് പരലോകത്ത് വരും ഖുർആൻ ശരിക്ക് അർത്ഥസഹിതം പഠിക്കാത്ത മനുഷ്യന്മാര്. എന്നിട്ട് ഈ ആളുകൾ പരലോകത്ത് അള്ളാഹിനോട് ചോദിക്കുകയാണ്, പടച്ചോനോട് ചോദിക്കുകയാണ്, പടച്ചോനെ, ദുനിയാവിൽ ഞാൻ ജീവിച്ചപ്പോൾ 90 വയസ്സുള്ളപ്പോൾ ഞാൻ മാധ്യമം വായിച്ചിരുന്നു. എനിക്ക് 98 വയസ്സായപ്പോൾ കണ്ണട വെക്കാതെ ഞാൻ എന്റെ പത്രം വായിച്ചിരുന്നു. ഞാൻ ഇവിടെ എന്താ പടച്ചോനെ അന്ധനായി വന്നതെന്ന്. പത്രം വായിക്കുന്നു, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ കയറുന്നു. അള്ളാഹുവിന്റെ മെസ്സേജ് നോക്കാൻ നമുക്ക് സമയമല്ല. ഒരു 3 ആയത്ത് ഡെയിലി നോക്കാൻ നമുക്ക് സമയം കിട്ടിയോ? ഒരു 3 ഖുർആനിക വചന അർത്ഥസഹിതം ഇരുന്നിട്ട് മനസ്സ് തട്ടിപ്പടിക്കാൻ. ഫുളൈൽ ഇബ്നു ഇയാദ് താബികളിൽ ഏറെ പ്രഗത്ഭനാ. അദ്ദേഹത്തിന് ഒരു പെണ്ണിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെ ഹറാമ് ചെയ്തിരുന്നു ജീവിതത്തിൽ. ആ പെണ്ണുമായി ശരീരം പങ്കുവെച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ആ സ്ത്രീയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സ്ത്രീയുടെ വീടിന്റെ മതിൽ അദ്ദേഹം ചാടിക്കിടക്കുകയാണ്. ആ മതിലിങ്ങനെ ചാടിക്കിടക്കുമ്പോൾ ഒരു കാല് അപ്പുറത്തും ഒരു കാലിപ്പുറത്തും, ഒരു കാല് അപ്പുറത്തും ഒരു കാലിപ്പുറത്തും. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരാള് ഈ ആയത്ത് അദ്ദേഹം കേൾക്കാണ് ആദ്യമായിട്ട്. എന്താ ഇതിന്റെ അർത്ഥം? അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, നിങ്ങളുടെ കൽബ് ഖേദിച്ചു മടങ്ങാനും അവൻ അവതരിപ്പിച്ചതിലേക്ക് നിങ്ങളുടെ മനസ്സ് കീയൊതുങ്ങാനും നിങ്ങൾക്ക് സമയമായില്ലേ? എന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ നിങ്ങളും അതിനെ പിറകോട്ട് വലിച്ചെറിഞ്ഞോ? എന്നിട്ട് നിങ്ങളെ ഹൃദയം കടുത്തുപോയോ? ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിതുമ്പി കരഞ്ഞു എന്ന് ഹദീസിൽ കാണാം. കാരണം മക്കയിൽ പോയിട്ട് മദീനത്തെത്തി 1 കൊല്ലം ആവുമ്പോഴേക്കാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ അവർ ചോദിച്ചു, ഇത്ര കേടുന്നോയോ ഞങ്ങൾ 1 കൊല്ലം കൊണ്ട്? അള്ളാഹു ഞങ്ങളെ വിമർശിച്ചോ? എങ്കിൽ എന്തോ അപാകത ഞങ്ങൾക്ക് ഉണ്ടല്ലോ. ഈ ആയത്ത് കേൾക്കുമ്പോ ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഒരു കാല് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്താള്. ഓർക്കണേ, എല്ലാരും ഓർക്കണം. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഈ ആയത്ത് ഇങ്ങോട്ട് സ്വാധീനിച്ചപ്പോ അദ്ദേഹം ചെയ്തതെന്നറിയോ? ആ കാല് ഇങ്ങോട്ട് തിരിച്ചിട്ടു. എന്നിട്ട് നടക്കുകയാണ്, തിരിച്ചു നടക്കുകയാണ്. ആ വ്യഭിചരിക്കുക എന്ന താൻ ഇഷ്ടപ്പെട്ട പെണ്ണുമായി ശരീരം പങ്കുവെക്കുക എന്ന മഹാഹറാമിൽ നിന്ന് ആ മനുഷ്യൻ തിരിച്ചു പോരുകയാണ്. എന്നിട്ട് പറയുന്ന ചരിത്രത്തിൽ പിന്നെ കാണാം,
ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആ വ്യഭിചാരത്തിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയില്ലെന്ന് മാത്രമല്ല, മരിക്കുന്നവരെ കഴിഞ്ഞ കാലം വ്യഭിചരിച്ചത് ഓർത്ത് കരഞ്ഞ് കണ്ണുനീർ വാർത്ത് അദ്ദേഹം സൃഷ്ടജീവിതം കഴിച്ചുകൂട്ടി. നമ്മുടെ അവസ്ഥ എന്താണ്? വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. 10-ാം അധ്യായം 32-ാമത്തെ വചനമാണ്. അതിൽ അല്ലാഹ് പറയുന്നത് എന്താണ്? വ്യഭിചാരത്തെക്കുള്ള അടുത്തു പോകല്ലേ, ചിന്മകളെക്കുള്ള അടുത്തു പോകല്ലേ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും മൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. വല്ലാത്തൊരു വാചക. പാപക്കറകൾ ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ഹൃദയം കടുത്തുപോയോ? അല്ലാഹ് പറയാണ്, ഒരു പാപത്തിന്റെ മീതെ മറ്റൊരു പാപം ചെയ്യുമ്പോ ഹൃദയം കറുത്തു പോകുന്നുണ്ട് എങ്കിൽ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ, അല്ലാഹുവിനും നിങ്ങൾക്കിടയിലും മറയിടപ്പെടും. 83-ാം അധ്യായം 14-15 വാചകമാണ്. അല്ലാഹുവിന്റെ ചോദ്യമാണ്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകളോട് പറയൂ നബിയേ, പാപങ്ങൾ ചെയ്തു പോയ അനേക പാപങ്ങൾ, കണ്ണുകൊണ്ട് പാപങ്ങൾ, കൽബുകൊണ്ട് പാപങ്ങൾ, കാലുകൊണ്ട് പാപങ്ങൾ, കൈകൊണ്ട് പാപങ്ങൾ, കർമ്മങ്ങളെ കൊണ്ട് പാപങ്ങൾ, ജീവിതത്തിൽ മുച്ചൂടും പാപങ്ങൾ. അതുകൊണ്ടാ താവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എന്ത് പറഞ്ഞറിയോ? തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ. പിന്നെയും എത്ര തന്നെ തെറ്റുകൾ നീ ചെയ്താലും അള്ളാഹുലേക്ക് നിന്റെ കൈ നീട്ടിക്കോ, അള്ളാഹ് നിനക്ക് പുറത്തു തരും. ഫുളൈൽ ബിൻ ഇയാദ് ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, അല്ല എത്ര വയസ്സായി? കേട്ടോളിട്ടോ, നല്ലോണം ചിന്തിച്ചോളി. ഇവിടെ പറഞ്ഞ 60 വയസ്സായി. ഉടനെ ഫുളൈൽ ബിൻ ഇയാദ് ചോദിക്കുകയാണ്, അപ്പൊ അള്ളാഹുലേക്കുള്ള ദൂരം വളരെ കുറവല്ലേ? അള്ളാന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തുണ്ടല്ലേ എന്ന്. അപ്പൊ അയാൾ ഉടനെ ഇത് കേട്ടപ്പോ അയാൾക്ക് ആകെ മനസ്സ് കിട്ടിപ്പോയി. അയാൾ പറയണേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അങ്ങനെ ഒന്നും ഓർത്തിട്ടില്ല. 60 അള്ളാഹുലേക്ക് പോവാണെന്നൊന്നും ഞാൻ ഓർത്തിട്ടില്ല. ഉടനെ ഫുളൈൽ ബിൻ ഇയാദ് ചോദിക്കാണ്, ആ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം മുഖത്തേക്ക് നോക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മനസ്സറിഞ്ഞ് ചെല്ലിയ ഒരാൾ ഇങ്ങനെ ആവുമോ? നിങ്ങളെപ്പോലെ ആവുമോ? ഇന്നാലില്ലാതെ ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞാൻ ഓൺലൈൻ മടങ്ങി പോണ്ടനാണ്, അള്ളാഹ് ഞങ്ങളോട് ചോദിക്കും എന്ന ബോധ്യമുള്ള. എന്നിട്ട് ഫുളൈൽ ബിൻ ഇയാദ് പറയണെന്നറിയോ? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വെറുതെ തൊള്ളോണ്ട് പറയുന്ന ഒരു കലാമല്ല. ഹാദാമിൻ ഫദ്ൽ റബ്ബി എന്ന് പറഞ്ഞിട്ട് പട്ടച്ചാരായം കൊണ്ടുവന്ന് ജീപ്പില് മാഹിന്നൊരു കാറ് പിടിച്ച്, ആ കാറിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിട്ട് തൂങ്ങിക്കിടന്ന സ്റ്റിക്കർ ഹാദാമിൻ ഫദ്ൽ റബ്ബി എന്ന്. താനൂരിൽ നിന്ന് വരുന്ന കുട്ടികളെ പെരുന്നാൾ ആഘോഷിക്കാൻ കള്ളു വാങ്ങാൻ വന്നതാ. ഞാൻ പ്രസംഗിച്ചു വരുന്നത് ഒരു 3 കൊല്ലം മുമ്പാ. ഇത് എഴുതി വെക്കാൻ നമ്മളൊക്കെ ബെസ്റ്റാ അല്ലെ? അല്ലദീന ഇദാ സാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൂറത്ത് ബഖറയിലെ 156-ാമത്തെ വചനം. എന്നിട്ട് ഫുളൈൽ ബിൻ ഇയാദ് പറഞ്ഞു കൊടുക്കുകയാണ് എന്തെന്നറിയോ? ഇതൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, ഈ വാചകം ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ബോധ്യമുള്ള ആളായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും, ഞാൻ അള്ളാനെ കണ്ടുമുട്ടുമെന്നും അള്ളാന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കേണ്ടി വരുമെന്നും അള്ളാഹ് എന്റെ ജീവിതത്തെ A to Z വിചാരണ ചെയ്യുമെന്നും ഞാൻ അവിടെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച് ഓർക്കുകയും സ്വന്തം ദേഹേച്ഛ നിയന്ത്രിക്കുകയും ചെയ്തുവോ അവർ സ്വർഗാവകാശികളാണ്. 79-ാം അധ്യായം 41-ാമത്തെ വചനമാണ്. ഫമൻ കാന യർജൂ ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹ് പറയാണ് 18-ാം അധ്യായം 110-ാമത്തെ വചനം, ആരല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവോ അവർ സത്കർമ്മം ചെയ്തു കൊള്ളട്ടെ, അവർ ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളട്ടെ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടട്ടെ, സത്കർമ്മങ്ങൾ ചെയ്യട്ടെ. എന്നിട്ട് ഫുളൈൽ ബിൻ ഇയാദിനോട് ഇയാൾ ചോദിക്കണേ, ഞാൻ ഇങ്ങനൊന്നും കരുതിയിട്ടില്ല, ഇനി ഞാൻ എന്താ വേണ്ടത്? ഇപ്പൊ എനിക്കിതിന്റെ ഗൗരവം ബോധ്യപ്പെട്ട് നിങ്ങൾ പറഞ്ഞപ്പോ ഇനി ഞാൻ എന്താ വേണ്ടത്? അപ്പൊ ഫുളൈൽ ബിൻ ഇയാദിനോട് ഇത് നമ്മളെല്ലാവരും ഓർക്കുക. 60 വയസ്സായ ചിലരെങ്കിലും ഇവിടെ ഉണ്ടാവും, 60 കഴിഞ്ഞവരും ഇവിടെ ഉണ്ടാവും അല്ലേ? ആ ആളുകളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുളൈൽ ബിൻ ഇയാദ് ഈ മനുഷ്യനോട് പറയാണ്. അപ്പൊ അയാൾ ചോദിക്കാണ്, ശരി 60 കൊല്ലം വെറുതെ പോയി, ഇനി ഞാൻ എന്താ വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഇനിയുള്ള കാലം മതി. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, അള്ളാഹു അത്ര ഔദാര്യ ഉടയവനാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ,
ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഒരു തിന്മയും ചെയ്യൂല എന്ന് തീരുമാനിക്കുക. ഒരു മിസ്കാല ദർറത്ത് നന്മയായ ഒരു കാര്യമുണ്ട്, അത് ചെയ്യുന്നും തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹു ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. നോക്കൂ, പടച്ചോൻ നമ്മുടെ ഈ അള്ളാനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രകൃതമാണോ നമുക്കുള്ളത്? ഇപ്പൊ അബൂദർന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഒരാള്, അബൂദറിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുക, അബൂദർ ഗഫാരിയുടെ വീട്ടിലേക്ക്. വല്ലാതെ ഹെട്ട് ചെയ്യുന്നൊരു സംഭവം അത്. അബൂദർ ഗഫാരിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട് കാലി, വീടിന്റെ ഉള്ളൊക്കെ കാലി. അപ്പൊ ഈ വന്ന ആള് ചോദിക്കണേ അബൂദർ ഗഫാരിയോട്, അബൂദർ ഈ വീട്ടിൽ ഒന്നുമില്ലല്ലോ, നിങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോവുക? ചോദിക്കണേ, നിങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോവുക? അപ്പൊ അബൂദർ ഗഫാരി പറയാണ്, അല്ല ഞാനിതൊരു മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ എല്ലാ വിഭവവും ഞാൻ വേറൊരു വീട്ടിലേക്ക്. അപ്പൊ ചോദിച്ചു, അതെവിടെയാ വീട്? അത് ഇന്ദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. ഇവിടെ കൂടുതലുള്ളവൻ അവിടെ കുറയും. അലീബിന് അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. അലീബിന് അബീ താലിബ് പറയാണ്, ദുനിയാവ് നമ്മളിൽ നിന്ന് നമ്മളെ പിറകോട്ട്, അതായത് ദുനിയാവ് പിറകോട്ട് പോവുകയും നാം മുന്നോട്ട് പോവുകയുമാണ്. അലി റളിയല്ലാഹുവിന്റെ വാചകമാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, ദുനിയാവ് ഇങ്ങനെ നിങ്ങളെ തള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയും ദുനിയാവ് പിറകോട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ആഖിറം നിങ്ങളടുത്തേക്ക് ഓടി വരികയാണ്, പരലോകം നിങ്ങളടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുകയാണെന്ത്, ചില ആളുകൾ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ദുനിയാവിന്റെ സന്തതികളുമുണ്ട്, ആഖിറത്തിന്റെ സന്തതികളുമുണ്ട്. അതൊരു ഖുർആന്റെ വചനം കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 3-ാം അധ്യായം 54-ാമത്തെ വചനത്തിൽ അങ്ങനെ ഒരു വാചകമുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ ചില ആളുകൾ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ അതിന്റെ പണിയെടുത്തുകൊണ്ടേക്കും, സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ അതിന്റെ പണിയെടുത്തുകൊണ്ടിരിക്കും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ദുനിയാവിന്റെ സന്തതികളാകാതെ ആഖിറത്തിന്റെ സന്തതികളാകുക. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. സൂറത്ത് ആൽ ഇംറാനിലെ 185. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. പ്രതിഫലമൊക്കെ നോക്കുക അവിടെയാണ്. ഖൈറും ഷർറിനെയും പൂർണ്ണ പ്രതിഫലം അവിടെയാണ്. വിശുദ്ധ ഖുർആനിലെ ഞാൻ ആ വചനം നിങ്ങളുടെ മനസ്സിലോയി തരാം. അപ്പൊ നമ്മുടെ കയ്യിൽ കിതാബ് നൽകപ്പെടുന്നുണ്ട്. പരലോകത്തെ നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ കിതാബ് തരും. ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചാൽ പറയുന്നത്, ആ കിതാബ് കിട്ടുമ്പോൾ നമ്മുടെ തൗഹീദ് ക്ലിയർ ആയിരിക്കുമോ? ആ കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ ഡബിൾ ഓക്കെ ആയിരിക്കോ തൗഹീദ്? അല്ലല്ലാത്തൊരു പടപ്പിനെയും വിളിക്കാത്ത, ഇന്നിപ്പോ എന്താ പ്രചരണം? ഇന്ന് ലോകത്ത് എന്താ പ്രചരണം? CM വലിയുള്ള സാക്ഷാൽ അള്ളയാണ്. കേട്ട 100 ക്ലിപ്പാണ് എന്റെ മൊബൈലിൽ. 100 ക്ലിപ്പ് CM വലിയുള്ള അള്ളയാണെന്ന് പറയുന്നത്. ഒരു ഇല പോലും ലോകത്ത് ഒരു കോടാനുകോടി കാടുകളിൽ, കോടാനുകോടി വൃക്ഷങ്ങളിൽ, കോടാനുകോടി ചില്ലകളിൽ, കോടാനുകോടി ഇലകളിൽ ഒരു ഇല ദക്ഷിണാഫ്രിക്കയിലെ കാട്ടിൽ നെട്ടറ്റ് വീണാൽ CM വലിയുള്ള അറിയുന്നാണ് പ്രസംഗിക്കുന്നത്. എങ്ങനെ അത് മാത്രോ, എവിടെങ്കിലും ഫ്ലൈറ്റ് കൂട്ടിടിച്ച ഉടനെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം CM വലിയുള്ള ഉറങ്ങാണ്. ഒരു മൊയ്ലിയാര പ്രസംഗ. എവിടെങ്കിലും ഒരു ഫ്ലൈറ്റ് കൂട്ടിയിടിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക CM വലിയുള്ള ആ സമയത്തിൽ ഉറങ്ങാണ്. വേറൊരു ക്ലിപ്പുള്ള എന്താ പറയുക, ലോകം മുഴുവനും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് CM വലിയുള്ള. അപ്പൊ CM വലിയുള്ള ആരാ? അള്ളാന്റെ ഖുർആനിലെ ഒരു സ്ഥലത്ത് സൂറത്ത് അൻആമിലെ 59-ാമത്തെ വചനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് വെറുതെ എടുത്തു നോക്കി. അതിൽ അള്ള പറയാണ്, ഒരു ഇലയും കൊഴിയുന്നില്ല അള്ള അറിയാതെ എന്ന്. എനിക്കൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് എടുത്തു നോക്കാൻ പറഞ്ഞു. അള്ള അറിയാതെ ഒരു ഇലയും കൊഴിയുന്നില്ല. മറുഭാഗത്ത് മൊയ്ലിയാർ പറയാ CM വലിയുള്ള അറിയാതെ ഒരു ഇലയും കൊഴിയുന്നില്ല. അപ്പൊ എത്ര അള്ള ഉണ്ട് ഉമ്മത്തിന്? നിങ്ങൾ പറഞ്ഞോളി. അള്ളാന്റെ സിഫത്ത് CM വലിയുള്ളയിലേക്ക് വകച്ചു കൊടുക്കുന്ന ഈ മൊയ്ലിയാമാരെയും കൊണ്ടൊന്നും യുദ്ധത്തിന് പോയണ്ടല്ലോ, ഒരു രക്ഷയുണ്ടാവില്ല. ഒരു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ താർത്താരികൾ ചെങ്കീസ് ഖാന്റെ പട്ടാളം മുസ്ലിങ്ങൾ ആക്രമിക്കാൻ വന്ന ഒരു ദർഗയിലേക്ക് ഓടി. ദർഗയിലേക്ക് ഓടിയപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല ഉഹുദ് യുദ്ധം തോറ്റത് എന്തുകൊണ്ടാന്ന് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചോദിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചോദിക്കുകയാണ്, എന്താ ചോദിക്കണറിയോ? ഉഹുദ് നബി ജീവിച്ചിരിക്കെ തൗഹീദ് ഉണ്ടായിട്ട്, സഹാബത്തിന് തൗഹീദ് ഉണ്ടായിട്ട് ഉഹുദ് തോറ്റത് ചെറിയൊരു അനുസരണക്കേടുണ്ടാ? പിന്നെ തൗഹീദും കൂടി ഇല്ലാത്ത നിങ്ങൾ അള്ള ജയിപ്പിക്കുന്നോ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അതുകൊണ്ട് ഈ ഉമ്മത്തിനോട് നമ്മൾ ഖുർആനിലൂടെ തൗഹീദ്,
വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലി വഖാല റബ്ബുകും ഉദൂനി അസ്തജിബ് ലക്കും ഖുൽ ദുല്ലദീന സഅംതും മിൻ ദൂനി. അതോ എത്ര സ്ഥലങ്ങളാണ് ഖുൽ ഇന്നമാ ദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എത്ര സ്ഥലത്താണ് പ്രാർത്ഥന അല്ലാഹുവിനോട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അല്ലാഹുവിനോട്. ഇബ്രാഹിം നബി അവരെ വിട്ടുപോരുമ്പോൾ പറയുന്ന കാര്യം എന്നറിയോ? നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യുന്നവരെ ഞാൻ ഒഴിവാക്കുകയാണ്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. സക്കറിയ നബി പറയുന്നതറിയോ? വലമ്മക്കും ബിദുആഇ റബ്ബിനോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ നിരാശനല്ലാന്ന്. യൂനുസ് നബി പറയുന്നതറിയോ? ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. 12-ാം അധ്യായം 18-ാമത്തെ വചനം, 17-ാം അധ്യായം 56-ാമത്തെ വചനം, 72-ാം അധ്യായം 20-ാമത്തെ വചനം, 13-ാം അധ്യായം 35-ാം അധ്യായം 13-14 വചനങ്ങൾ. അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുന്നവരായി നമ്മൾ ഒന്നാമതായി മാറുക. രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത് നബിയുടെ സുന്നത്ത് നമ്മൾ എത്ര കണ്ട് അനുസരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നബിയെ ധിക്കരിച്ചവൻ അള്ളാഹിനെ ധിക്കരിച്ചവനാണ്, അല്ലേ? മൻ യുതിഉർ റസൂല ഫഖദ് അതാ അല്ലാഹ്. 4-ാം അധ്യായം 80-ാമത്തെ വചന. ആര് റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹിനെ അനുസരിച്ചു. അതുകൊണ്ട് നമ്മുടെ ഖുർആനിന്റെ ഉള്ളറകൾ എന്താന്ന് നമ്മൾ പഠിക്കണം. ഒരു ഖുർആന്റെ വചനം കേട്ടോ നിങ്ങള്. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചന. വല്ലാത്തൊരു ഖുർആനിലേക്ക് സുന്നത്തിലേക്കും വരൂന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖുർആനിലേക്ക് സുന്നത്തിലേക്കും വരൂന്ന് അവരോട് പറയപ്പെട്ടാൽ അവരെന്ത് പറയും? അവരെന്ത് പറയും? കാലു മാ വജദ്നാ അലൈഹി ആബാഅന. ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ ഉമ്മമാരും ഒക്കെ ഏതുപോലെയാണോ ഞങ്ങൾക്കത് മതിയും. എന്നിട്ട് അള്ളാഹ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അവലോ കാന ആബാഹും. അന്റെ ഉപ്പ പൊട്ടനാണെങ്കിലും ഈ അങ്ങനെയാ പറയാ? അള്ളാഹ് ചോദിക്കണം, അന്റെ ഉപ്പ പൊട്ടനാ, ഞാട്ട് ഹിദായത്തും കൊടുത്തിട്ടില്ല, എന്നിട്ടാണോ ഇജ്ജ് എന്റെ ഉപ്പാന്റെ? എന്നിട്ട് അള്ളാഹ് ചോദിക്കണ, എടാ ഈ നൂജനല്ലേ, ഇപ്പണ്ടാക്കിയ ചെറ്റക്കൂടില്ല അപ്പ ഉണ്ടാക്കണ്, ഇപ്പണ്ടാക്കിയ കാളവണ്ടിയില്ല ഈ പോണത്. ദുനിയാവിന്റെ കാര്യത്തിൽ വാപ്പ ചെയ്തോന്ന് എനിക്ക് വേണ്ട, ആഖിറത്തിന്റെ കാര്യത്തിൽ വാപ്പ ചെയ്ത വിവരക്കേട് മുഴുവൻ വിടുങ്ങാന്നോ? അള്ളാന്റെ ചോദ്യ. അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങുക. അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് മടങ്ങാനാ പറയുന്നത്. ഖുർആന്റെ 4-ാം അധ്യായം 59-ാമത്തെ വചനം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. നിങ്ങൾക്കിടയിലെ അള്ളാന്റെ റസൂൽ ഒരു വിധി പറഞ്ഞാൽ അത് സമ്പൂർണ്ണമായി നിങ്ങൾ അതിന് കീഴൊതുങ്ങണം. ഖുർആന്റെ 4-ാം അധ്യായം 65-ാമത്തെ വചന. അതുകൊണ്ട് ഖുർആനിലേക്കുള്ള ഒരു മടക്കം, അവിടെ തൗഹീദ് കാണാം, അവിടെ ആഖിറം കാണാം. അത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഖുർആന്റെ 23-ാം അധ്യായം 115-ാമത്തെ വചനം. മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഇതാ വഖയത്തുൽ വാഖിയ 60-ാമത്തെ വചന. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. നിങ്ങൾക്കിടയിൽ അള്ളാഹ് മരണം വിധിച്ചു, മരണത്തെ അതിജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വല്ലാത്തൊരു പ്രയോഗം. സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം. ഖാലിദ് ഖാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാക്ക മരിച്ചു ഇന്നലെ നാദാപുരത്തുനിന്ന്. സുബൈസ്കരിച്ച് 2 വീലർ ഓടിച്ചു പോകുമ്പോൾ ഒരു നായോ എന്തോ ക്രോസ് ചെയ്തു, തെറിച്ചു വീണു, ബ്ലഡ് പോയി, അങ്ങനെ മരിച്ചുപോയി. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ചാ മരിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ, നാളെന്താ സംഭവിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ. 31-ാം അധ്യായം 34-ാമത്തെ വചനം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. 62-ാം അധ്യായം 8-ാമത്തെ വചന. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും. ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന പടച്ചോന്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവരപ്പെടും. അതുകൊണ്ട് മരണത്തെ പേടിക്കാനല്ല, മരണത്തെ ശരിക്കും മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ. അബൂ ഹുറൈറയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖബറിലേക്കുള്ള ദൂരം വളരെ കുറവാ, പാതയമാകട്ടെ എത്രയോ കുറവാണ്. ഖബറിലേക്ക് ഇതാ എത്താൻ പോണു, പാതയമാകട്ടെ ഒന്നുമില്ല. അതുകൊണ്ട് പടച്ചോനെ നിരന്തരമായി പേടിക്കണമെങ്കിൽ ഖുർആൻ ശരിക്കും പഠിക്കണം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കണമെങ്കിൽ വൈലുലിൽ മുത്തഫിഫീൻ എന്ന അധ്യായം പഠിക്കണം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അബ്സനൂഹും യുഖ്സിറൂൻ. ഓർക്കണം. അതുകൊണ്ട് നമുക്ക് ഖുർആനിലേക്ക് മടങ്ങിപ്പോകാം.
ഖുർആൻ, അതായത് ഇനിയുള്ള 10 ദിവസമെങ്കിലും നിങ്ങളൊന്ന് ഖുർആൻ അമാനുവലയുടെ പരിഭാഷ വെച്ച് ഒന്ന് അർത്ഥസഹിതം വായിച്ചു നോക്കി. രാത്രി ഒരു 2 മണിക്ക് എഴുന്നേറ്റ് ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ ഒന്ന് വായിച്ചു നോക്കി. അള്ളാഹു നമ്മളോട് ഇങ്ങനെ പറയും, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി വളരെ കുറച്ച് ഉറങ്ങുകയും ഖുർആൻ വായിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരാകാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞ്. ഇനി ഏറ്റവും ചുരുങ്ങി നമ്മുടെ മക്കളെ നമ്മളിത് പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടോ? നേരെ മറിച്ച് സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അടിക്കുന്നു നമ്മൾ. സ്കൂളിൽ ട്യൂഷൻ സെന്ററിൽ നമ്മൾ 5000 കൊടുക്കുന്നു, മദ്രസയിൽ 15 ഉറുപ്പ്യ കൂട്ടി നമ്മൾ ചോദിക്കണം എന്താ അറിയോ? 25 കൊല്ലമായിട്ട് 10 ഉറുപ്പ്യാണുള്ള വരിസംഖ്യ, അതെന്താ 15 കൂട്ടിയേ? മറ്റേതെന്താ, ആദ്യം തന്നെ ചെന്നിട്ട് 500 ഉള്ളൂ, 1000 തരാനൊക്കെയുള്ള സന്നദ്ധാട്ടോ സ്കൂള്. മദ്രസയിലോ 5 ഉറുപ്പ്യ അധികം എടുക്കരുത് കേട്ടോ. എന്നാ പച്ചക്കറി മാർക്കറ്റിലോ 300 ഉറുപ്പ്യന്റെ പച്ചക്കറി, 300 ഉറുപ്പ്യന്റെ ആപ്പിള്. പണ്ട് കൊടുക്കുന്നതോ ഉണങ്ങിയ 10 ഉറുപ്പ്യ. ഇപ്പൊ നമ്മൾ പിരിവൊക്കെ ചോദിച്ച ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് പിരിക്കുന്നവന്റെ അടുത്തുനിന്ന് ഒരൊറ്റ തിരിഞ്ഞിക്കുന്നതിന് പോക്കറ്റിൽ ഇങ്ങനെ തിരിഞ്ഞെന്നാ പൈസ എടുക്കുക. അതെങ്ങനെ നോക്കിയെടുത്ത 500 ഉറുപ്പ്യ പൊന്തിപ്പോയാലോ? അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞെത്തിട്ട് കണ്ടക്ട് പണ്ട് തന്ന ഒരു 10 ഉറുപ്പ്യ ഉണ്ടായിരുന്നു ഉണങ്ങിയ, എടുത്തതാ. എന്നിട്ടുണ്ട് ബക്കറ്റിൽ പൈസ ഇടുന്ന ഒരു രീതി ഉണ്ട് ഇപ്പൊ, പുതിയ രീതി. ബക്കറ്റ് കൊടുത്ത ഉണങ്ങിയ 10 ഉറുപ്പ്യ ആരും കാണൂലല്ലോ. ഞാനീ പറയുന്നത് 10 ഉറുപ്പ്യ ഒന്നും ജീവിതത്തിൽ എനിക്ക് കൊടുക്കരുത്. ഒരു 100ന്റെ മേലോട്ട് കൊടുത്തു പഠിക്കി. മനസ്സിന്റെ പിശുക്ക് 40 കൊല്ലായിട്ട് തീർന്നില്ലേ? 10 കൊല്ലയില്ലേ 10 ഉറുപ്പ്യ കൊടുക്കുന്നത്. എന്നിട്ട് 10 ഉറുപ്പ്യ എണ്ണീറ്റ് മനുഷ്യന്റെ കൈ തോറ്റു പോവുക. ആകെപ്പാടെ 2000 ഉറുപ്പ്യ ഉണ്ടാവും. 10 ഉറുപ്പ്യ എണ്ണി തീർക്കാൻ 2 ദിവസം എടുക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും 10 ഉറുപ്പ്യക്ക് പുല്ല് വിലയാണോ? അല്ല, 10 ഉറുപ്പ്യ ഉള്ളെങ്കിൽ അത് മതി. നിങ്ങളെ പോക്കറ്റിൽ 20 ഉറുപ്പ്യ ഉള്ളൂ, 10 കൊടുക്കണേ. അങ്ങനല്ല, ബക്കറ്റിൽ പള്ളി ഉണ്ടാക്കാൻ 10 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ നിന്ന് അയക്കുറെ 700 ഉറുപ്പ്യക്ക് കിലോ വാങ്ങുന്നതേ. അതിന്റെ അപ്പുറത്ത് സിട്രസ് വെച്ചിനും അത് 300 ഉറുപ്പ്യക്ക് 2 കിലോ പോരട്ടെ എന്ന്. സത്യല്ലേ? അല്ലേ? പറയ് അള്ളാന്റെ മാർഗത്ത് കൊടുത്തോ? الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية. ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയോ? തിജാറത്തൻ ലൻ തബൂർ. സൂറത്ത് ഫാത്തിറിലെ 29ാമത്തെ വചന. ഖുർആൻ നിരന്തരം ഓതുന്നവനുണ്ടാകുന്ന 2ാമത്തെ ഗുണം എന്തറിയോ? ഓൻ അള്ളാഹ് നൽകിയെന്ന് നിരന്തരമായി ചെലവഴിക്കും. സിറം വാലാനിയ, രഹസ്യമായും പരസ്യമായും. സൂറത്ത് ബഖറയിലെ 272 പറയുന്നതറിയോ? വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, അള്ളാന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുന്നവർ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം, അതിന്റെ ചെയ്യണം. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നത്, പടച്ചോനോർത്തിട്ട് ഇന്ന് റബ്ബ് നമ്മളോട് എന്തൊക്കെ കാര്യം പറയുന്നറിയോ? മക്കളെങ്ങനെ പോറ്റണമെന്നും സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നും. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. സൂറത്ത് ബഖറയിലെ 172 ശേഷം 78 വരെയുള്ള വാചകം. പലിശ ഹറാമാണ്, കച്ചവടം ഹലാലാണ്, ഒരിക്കലും ചെയ്യരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, പൊഴുത്തുവെപ്പ് നടത്തരുത്. ജീവിതത്തിന്റെ A to Z വിവരിക്കുകയാണ് അല്ലാഹു. അതുകൊണ്ട് ഇന്ന് മുതൽ മനസ്സിൽ നിയ്യത്ത് വെക്കുക, ഞങ്ങൾ ഖുർആൻ പഠിക്കും, ഞങ്ങൾ ഖുർആൻ വായിക്കും, ഞങ്ങൾ ഖുർആൻ നോക്കും, ഞങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടൊക്കെയും പറയാൻ ഒരു പ്രതിജ്ഞ എടുക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുന്നു, നന്നായിട്ട് മനസ്സിലാക്കുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പഠിച്ചു നോക്കി നിങ്ങൾ. ഞാനിപ്പോ എത്ര ആയത്തെ നമ്പർ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ പറഞ്ഞു, എത്ര അധ്യായ നമ്പർ പറഞ്ഞു. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ മതി. എല്ലാവർക്കും അള്ളാഹു ഈ അനുഗ്രഹം തരും. നമ്മൾ ഇരുന്ന് പഠിക്കാൻ നമ്മൾ സന്നദ്ധരായാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അള്ളാഹ് ഖുർആൻ എളുപ്പാക്കിയതാണ്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിന് ഒരുങ്ങുക. ഞാൻ കുടുംബത്തെ ഇരുത്തിയിട്ട് ഖുർആൻ പഠിക്കുന്നതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ട് QHLS കുട്ടികളെ നൂറിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആന്റെ 500 പ്രോഗ്രാമിൽ, പീസ് റേഡിയോയുടെ ക്ലാസ്സുകളിൽ ഒക്കെ അറ്റൻഡ് ചെയ്യുക. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കോഴ്സിൽ പങ്കെടുക്കുക, പഠിക്കുക. ഇനിയുള്ള സൃഷ്ടജീവിതം ഫുളൈൽ ബിൻ ഇയാദ് പറഞ്ഞ പോലെ ഇനിയുള്ള സൃഷ്ടജീവിതം എല്ലാ പാപത്തുനിന്നും മുക്തി നേടി കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ഇവിടെ നിന്ന് ജീവിക്കുക. അള്ളാഹിനെ കണ്ടുമുട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി പരിശ്രമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന
വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.